4 കോടുകളിലായിട്ട് നിലവിൽ വരുന്ന ഈ നിയമം നമ്മുടെ തൊഴിലാളി സംഘടനകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒന്നാണ്. തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ഈ നിയമം അപകടത്തിലാക്കിയേക്കാം. കേരളത്തിലെ തൊഴിലാളി വർഗം അറിയാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അറിഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്, അവരാണ് ഈ ചട്ടം തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തത്. അവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ആദ്യം ചട്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം എന്ന്. ഈ പുതിയ നിയമത്തിലെ പല വകുപ്പുകളും തൊഴിലാളി യൂണിയനുകൾക്കും തൊഴിലാളികൾക്കും ദ്രോഹകരമാണ്. ഒരുതരം കരിനിയമമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുടെ ഏറ്റവും വലിയ സമരായുധം എന്തുവാ? അത് പണിമുടക്ക് എന്ന് പറയുന്നതാ. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലുടമകള് അത് അനുവദിച്ചു തരാത്ത സാഹചര്യത്തിൽ പണിമുടക്കാനുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങൾക്കും ഉള്ളതായിരുന്നു. ഇപ്പോഴത് മാറുകയാ ഈ പുതിയ നിയമം അനുസരിച്ച്. ഇനി നമ്മൾ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. പണ്ടും നോട്ടീസ് കൊടുക്കണം. ഇപ്പൊ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ സമരം ചെയ്യാൻ അനുമതി കിട്ടുകയാണെങ്കിൽ സമരം ചെയ്യാം, അല്ലെങ്കിൽ സമരം ചെയ്യാൻ പാടില്ല, പണിമുടക്കാൻ പാടില്ല.